പേരെന്താ നിന്റെ? ശ്യാം. എന്തു ചെയ്യുന്നു? മാഡം തേപ്പ് കട നടത്തുകയാണ്. മാഡം എന്തിനാ ഇതൊക്കെ ചോദിച്ചറിയുന്നേ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനായിട്ട്. മാഡം പോലീസ് കംപ്ലൈന്റോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? പെണ്ണുങ്ങളെ വളയ്ക്കാൻ 2 ഗുണ്ടകളെ അയച്ചിട്ട് അവരെ കൊണ്ട് വീട്ടിൽ വന്ന് അനാവശ്യം പറയിപ്പിക്കുന്നു. പോലീസിന്റെ അടുത്തുനിന്ന് 2 കിട്ടുമ്പോ താനെ പഠിച്ചോളൂ. മാഡം ഗുണ്ടകളെ അയക്കേ? ഇല്ല മാഡം, എനിക്ക് സത്യമായിട്ടും ഇതിനെ കുറിച്ച് യാതൊന്നും അറിഞ്ഞൂടാ. അപ്പൊ നീ ഇന്നലെ 2 ഗുണ്ടകളെ കണ്ടിട്ടേ ഇല്ല? ഇല്ല മാഡം, ഞാൻ ഈ കട വിട്ട് ഇന്നലെ ഒരാളുടെ അടുത്തും പോയിട്ടില്ല, സത്യമായും പോയിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ നിനക്ക് മാപ്പ് തരുന്നു. പക്ഷെ ഇനി ഇങ്ങനെ ഉണ്ടായാൽ നീ തന്നെ പോലീസിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യണം. ശരി മാഡം. പോലീസ് ചോദിക്കുമ്പോൾ നിന്നെ അവർ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയണം. തീർച്ചയായും പറഞ്ഞോളാം. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. ഇതെന്നെ കൊണ്ടേ പോകുന്ന തോന്നണേ. ഡാനി, പുറപ്പെടാറായോ? ഞാൻ പുറപ്പെടാണ്. മടങ്ങി വരുമ്പോ കുറച്ച് നൂഡിൽസ് വാങ്ങിക്കൊണ്ട് വരണേ. മറന്നോന്ന് പിന്നെ പറയരുത്. ഓക്കെ, എങ്കിൽ ഞാൻ ഇറങ്ങാം. ബൈ, ടേക്ക് കെയർ. ബൈ ബൈ. ഇതല്ലേ? ഇത് തന്നെ. സാറ് അയച്ചതാ എന്നെ. സാറ് പറഞ്ഞതാണോ? അകത്ത് വരൂ, അകത്ത് വരൂ. ടീച്ചർ മാഡം അല്ലേ? അതെ, ഞാൻ തന്നെ. എന്നാ ഇതൊന്ന് ഇറക്കി വെക്കാൻ കൂട്. വേണ്ടത് മാഡം? വെണ്ടയ്ക്ക ഇല്ലേ? എന്താ പറഞ്ഞേ? വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക. തോരൻ വെക്കില്ലേ? വെണ്ടയ്ക്ക. വേറെന്താ അതിന് പേര്? അതെ അതെ അതെ. 30 രൂപയ്ക്ക് അര കിലോ. 30 രൂപയ്ക്കോ? അര കിലോ. അര കിലോ തൂക്കൂ. അര കിലോ മതിയോ? അര കിലോ. വഴുതനങ്ങ വേണ്ടതല്ല, ഒന്നാന്തരം വഴുതനങ്ങ. മാഡത്തിന് പറ്റിയ വഴുതനങ്ങ. ഇതേ പച്ചമുളകുണ്ട്, വെണ്ടയ്ക്കാവുണ്ട്, നല്ല ഒന്നാന്തരം പച്ചച്ചീരയുണ്ട്. എല്ലാം കൂടെ പറയാതെ ഓരോന്നെടുത്ത് തൂക്കൂ. അത് നമുക്ക് എടുക്കാവുന്നേ, കുഴപ്പമില്ല. ആദ്യം വെണ്ടയ്ക്ക 1 കിലോ എടുക്കൂ. ആയിക്കോട്ടെ മാഡം, ഞാൻ ഇപ്പൊ തൂക്കിത്തരാം. ഇതെന്റെ പഴക്കമുള്ള ത്രാസാ, പക്ഷെ സാധനം ഉഗ്രനാ. ഉടുമ്പൻചോലയിലൊക്കെ ഇതിന് എന്താ മാർക്കറ്റ് എന്നറിയാവോ ഇപ്പോഴും? മനസ്സിലായോ? ഉടുമ്പൻചോല ഇതൊക്കെ കൊണ്ടുവരുന്നത്? ഞാൻ മലപ്പുറത്തായിരുന്നപ്പോ എന്തായിരുന്നു ഇതിന്റെ ഡിമാൻഡ് എന്നറിയാവോ? മാഡത്തിന് സംശയമുണ്ട്, എന്റെ ഗ്രാമത്തിലൊന്നും ചോദിച്ചു നോക്കാം എല്ലാവരോടും. നിങ്ങൾ ഉടുമ്പൻചോലയിൽ എവിടാ? ഉടുമ്പൻചോലയ്ക്ക് അടുത്ത് പാപ്പംപാറ എന്ന് പറയും. പാപ്പംപാറ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭാഷ കേട്ടപ്പോ ചോദിച്ചതാണ്. ഈ വെണ്ടയ്ക്കാന്ന് പറഞ്ഞാണ്ടല്ലോ, നല്ല സൂപ്പർ വെണ്ടയ്ക്കായ, അറിയാവോ? ഇതുകൊണ്ടേ എങ്ങനെയാ പണിയെടുക്കണ്ടെന്ന് അറിയാവോ? നല്ല കറക്റ്റ് നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ചീരയും കൂടി ഇട്ട് ഒലത്തിയാല് ഒടുക്കത്തെ ടേസ്റ്റാ. അപ്പൊ അങ്ങനെയാണ് വെണ്ടയ്ക്ക ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്ക എന്താ പറയുക മാഡം, വെണ്ടയ്ക്ക വേണ്ടവർക്ക് അതല്ലാതെ വേറെ വല്ലതും പറ്റുമോ? എന്റെ വെണ്ടയ്ക്കായ്ക്ക് നല്ല ഡിമാൻഡ് ആയപ്പോഴും. കുറച്ചും കൂടി എടുക്കും. വെണ്ടയ്ക്ക കുറെ ദിവസം കേടുകൂടാതെ ഇരുന്നോളൂ എന്നേ. ഇതിനൊക്കെ കൂടി ഇപ്പൊ എന്തായി കാണും? ആകെപ്പാടെ 40 രൂപയായിട്ടുള്ളൂ. കണ്ടോ, എന്റെ സൂചി എപ്പോഴും നേരെ നിൽക്കും. അങ്ങനെയാ. പോളിത്തീൻ ഇല്ലേ നിങ്ങളുടെ അടുത്ത്? അതിന് പോളിത്തീൻ സർക്കാർ ഇപ്പൊ നിരോധിച്ചിരിക്കല്ലേ. പിന്നെ ഇത് എവിടെ ഇടും? ഇതിപ്പോ ഇങ്ങോട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും അങ്ങോട്ട് വിടുത്തി പിടിക്കേ. അല്ല, ഇനി അടുത്തതേ, ഈ വഴുതനങ്ങ മാഡത്തിന് പറ്റുന്നതാണെന്നൊന്നും നോക്കി. എനിക്ക് വളരെ ഇഷ്ടമാണ് നീളമുള്ള വഴുതനങ്ങ. അതിനെന്താ, ഈശ്വരൻ സഹായിച്ച് ഓരോരുത്തർക്കും പറ്റിയ സാധനം എന്റെ കയ്യിലുണ്ടെന്നേ, ഏത് സൈസിലുള്ള. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഡിമാൻഡ്. ആ കാര്യത്തിൽ ഞാൻ രാജാവ് തന്നെ, രാജാവ്. അല്ല മാഡം, മൊത്തം ഇപ്പൊ എത്രയെന്ന് അറിയാവോ? 100 രൂപ. 100 രൂപ? അര കിലോ വെണ്ടയ്ക്കാവുണ്ട്, പിന്നെ ഇത് ഇത്രയും വലിയ വഴുതനങ്ങ. ശരി, നിങ്ങളിരിക്കും, ഞാൻ പോയി ക്യാഷ് എടുക്കാം. എന്നാ പോയിച്ചു വരാം, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അപ്പൊ വഴുതനങ്ങ മാഡമാണ്. നാണമാകുന്നേ എനിക്ക്. ഇതാ നിങ്ങളുടെ പൈസ. സന്തോഷമായി മാഡം, എനിക്ക് സന്തോഷമായി. നാളെയും വരണം.
നാളെ വരണമെന്ന്. നാളെയോ? ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നോണ്ടിരിക്കും. ഇങ്ങോട്ടെങ്ങനെ വരാതിരിക്കുന്നു ഞാൻ. ഒന്ന് പൊക്ക്, സൂക്ഷിച്ച് പൊക്കി തരണം കേട്ടോ. നിക്ക്, ഞാൻ വാതിൽ തുറക്കാം. എന്നാ ഇനി വേഗം തുറക്ക്. എന്നാ ഞാൻ പോയിട്ട് വരാം, പിന്നെ കാണാം നമുക്ക്. ഓ, കറി വെക്കാനൊക്കെ അറിയാമല്ലോ. ഞാൻ വെച്ചോളാം. ഏയ് ഇസ്ത്രിക്കാരാ, ഇങ്ങോട്ട് വാ. വീണ്ടും വരുന്നു മാഡം. നീ എന്താ എന്നെ എപ്പോഴും തുറച്ചു നോക്കുന്നേ? അതും മുഖത്തേക്കും അല്ല. എന്തിനാ നോക്കുന്നേ? പെണ്ണുങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങനെ തുറച്ചു നോക്കാറുണ്ടോ? മാഡത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നെ അത്രയ്ക്ക് ഇഷ്ടായോ? എങ്കിൽ ശരി, ഇനി എന്നെ കാണുമ്പോഴൊക്കെ ഇഷ്ടമുള്ളതൊക്കെ നോക്കുന്നു. സന്തോഷായോ? മാഡം, ഇനി എനിക്കൊരു കൈ നോക്കാം. നിന്നെ ആ ടീച്ചർ മാഡം എന്തിനാ വിളിച്ചോണ്ട് പോണത്? ടീച്ചർ മാഡോ? ആരാ ഇത് പറഞ്ഞത്? മോനെ സുന്ദര, നീ വലിയ പുണ്യാളൊന്നും കളിക്കണ്ട, ഉള്ളതുള്ള പോലെ പറയണം. ഇതിലിപ്പോ എന്ത് പ്രശ്നമുണ്ടെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നീ ഒരു പ്രശ്നവും കാണുന്നില്ല, പിന്നെ എന്തിനാ അവരെപ്പോഴും നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഒരു കട നടത്തുന്ന ആളെ ആരായാലും വിളിച്ച് സംസാരിക്കില്ലേ? നിങ്ങൾ അപ്പുറത്തൊരു കട തുടങ്ങ്, നിങ്ങളെ വിളിച്ചും സംസാരിക്കും. അതെന്താ ആലോചിക്കാത്? ഞാൻ കടയിട്ടാ നിന്റെ കഞ്ഞൂടി മുട്ടും. സഹോദര, കസ്റ്റമേഴ്സിനോടൊക്കെ എനിക്ക് സംസാരിക്കാം. അപ്പൊ നീ അങ്ങനെ കരുതിയിട്ടുള്ളത്? മാഡം നിന്നെ വിളിക്കണെന്തിനാണെന്ന് പറയടാ. എന്നോട് വേറൊന്നും പറഞ്ഞില്ല. അവരുടെ വീട്ടിൽ ചെന്ന കുറച്ച് വസ്ത്രങ്ങൾ തേക്കാൻ തരാന്ന് പറഞ്ഞു. ഇതിലിപ്പോ എന്താ ഇത്ര തെറ്റുള്ളത്? വേറും പറഞ്ഞില്ല, ഏതായാലും ഒന്നും പറയാതിരിക്കൂല. അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. ശ്യാം, നീ നുണ പറയുകയാണ്. ഞാൻ എന്തിനാ നുണ പറയുന്നത്? നുണ പറയുന്നത് നിങ്ങളും ഇയാളും ചേർന്നാണ്. ഞങ്ങളാണോ പറഞ്ഞ്? ഇപ്പോഴല്ലേ നിന്നെ മേഡം ഇവിടെ വന്ന് വിളിച്ചിട്ട് പോയത്? എന്താ ഇത്ര സംശയം? എന്നെ വിളിച്ചാൽ ഞാൻ പോവും. പച്ചക്കറിക്കാരെയും മീൻകാരനെയും വിളിച്ചാൽ അവര് പോവില്ലേ? അതുപോലെ തന്നെ ഇസ്ത്രി കടക്കാരനും. ഇതൊക്കെ ഓരോരുത്തർ തന്ന വസ്ത്രങ്ങളാ. നോക്ക്, പണി മാത്രം ചെയ്താൽ മതി. ഇല്ല. ശ്യാം, നിർത്തിക്കോ. നിനക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നീ ചെയ്യും. ഞാൻ ചെയ്യും. ചെയ്, നമുക്ക് കാണാം. നീ ഇവിടെ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഒന്ന് പറയാം.